ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അടുത്തത് ഈ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. നരേഷ്, ഫംഗ്ഷൻ ഡീറ്റെയിൽസ് ഞാൻ വിളിച്ചു പറയാം. അതിൽ യാതൊരു വിധത്തിലുള്ള എഡിറ്റിംഗും പാടില്ല. അതില് ഞാൻ പറയുന്നത് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവണം. ഈ ഫംഗ്ഷൻ ഇപ്പോ എന്റെ കയ്യില്. ഞാൻ തീരുമാനിക്കുന്നതേ ഇവിടെ നടക്കും. എന്താ വീണ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെ. വീണയെ ആങ്കറായിട്ട് വിളിക്കുമ്പോ വീണയും ഹരിയും തമ്മിലുള്ള ബന്ധം ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. സോ വാട്ട്? ഇതെന്റെ പ്രൊഫഷൻ അല്ലേ? ഓക്കെ, വീണ അനൗൺസ് ചെയ്യേണ്ട കാര്യങ്ങള് വളരെ വ്യക്തമായിട്ട് ഞങ്ങളിതിൽ എഴുതിയിട്ടുണ്ട്. ഇത് മാത്രമേ പറയേണ്ടതുള്ളൂ. അതെങ്ങനെ പറ്റും? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ ആവശ്യമില്ലല്ലോ. ആസ് എൻ ആങ്കർ സ്റ്റേജ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. വീണ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇവിടെ കൈകാര്യം ചെയ്യാൻ പറ്റില്ലെന്നാ ഞാനിപ്പോ പറഞ്ഞത്. ഇവരിവിടെ എഴുതുന്നത് വായിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ വീണയ്ക്ക് സ്റ്റേജിൽ കയറാം, അല്ലെങ്കിൽ വീണയ്ക്ക് പോവാം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഇതാരാ നിങ്ങൾക്ക് ഈ നിർദ്ദേശം തന്നത്? അയാളാണോ ആ ഹരി? അയാള് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ചിട്ട ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. വീണ, ഒന്നെങ്കിൽ ഇവർ തന്നത് വായിച്ചിട്ട് ആങ്കർ ചെയ്യാം, അല്ലെങ്കിൽ താനില്ലാതെ ഇവർ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും. വീണ ആലോചിച്ചോക്ക്. ഒരുങ്ങിക്കെട്ടി വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. ഞാൻ വായിക്കാം. ഒരു പ്രൊഫഷണലിന്റെ വാക്ക് ഞങ്ങൾ മാനിക്കുകയാണ്. പക്ഷേ ഇവർ എഴുതിയതിൽ കൂടുതൽ ഒരു വാക്കെങ്കിലും വീണ പറഞ്ഞാൽ മൈ കോഫി. വാ. അവരുടെ മുമ്പിലേക്ക് നേരത്തെ ചെന്നത് വിനയായത്. மனுஷரே சாரே ஃபங்க்ஷன் ஸ்டார்ட் பண்ணியாச்சு. நீங்க வருமா சார்? சரி சார், சரி சரி. ஆமா ஆமா ஆமா, ஹரி சார் கிட்ட சொல்றேன். நல்ல ஃபங்க்ஷன் சார். சரி சார். അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് ഹരി എഴുതിയ വരികൾ എന്റെ കയ്യിലെത്തുന്നത്. അതിന് കാരണമായത് ഹരിയുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, കവിയുടെ പ്രിയപ്പെട്ട ആരാധിക നിത്യ. ഹരിയുടെ മധുരനൊമ്പരക്കാറ്റ് വസന്തം പബ്ലിക്കേഷൻസിലൂടെ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചത്, ഹരിയെ മലയാള വായനക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. അവാർഡ് ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കവി ഹരിക്ക്, നിത്യയ്ക്ക്, അവരുടെ കുടുംബാംഗങ്ങൾക്ക്, പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.
അടുത്തത് ഈ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. മണ്ണിൽ പണിയെടുക്കുന്നവരെ സംഘടിപ്പിച്ച് അവരുടെ ശബ്ദം ഒന്നാക്കി കാർഷിക മേഖലയിൽ പുതിയ വെളിച്ചം വീശുകയും തന്റെ മാന്യമായ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കൊരു പാഠപുസ്തകമാവുകയും ചെയ്ത ഒരാളാണ് ശ്രീഹരി. ഹരിയെക്കുറിച്ച് പറയുന്ന അതേ അഭിമാനത്തോടെ തന്നെ നിത്യയെക്കുറിച്ചും പറയാതിരിക്കാൻ വയ്യ. ഒരു കവി മറന്നിട്ട അക്ഷരങ്ങളെ കോർത്തിണക്കി നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചതിൽ നിത്യയുടെ പങ്ക് വളരെ വിലപ്പെട്ടതാണ്. ഏറെ അഭിമാനത്തോടെ, ഏറെ സന്തോഷത്തോടെ മലയാളത്തിന്റെ പ്രിയ പുതിയ കവി ശ്രീ ഹരിയെ വേദിയിലേക്ക് ആദരവോടെ ക്ഷണിക്കുന്നു. എന്റെ വാ തുറപ്പിക്കരുതെന്ന് അവരോട് പറഞ്ഞല്ലേ? എന്നെക്കുറിച്ച് നീ നല്ലത് പറയുന്ന കേൾക്കാൻ നല്ല രസമുണ്ട്.